ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിൽ. ഹിസാർ അയോധ്യ വിമാന സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 135ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കി മലയാളികൾ വിഷു ആഘോഷിക്കുന്നു. അഗ്നിസുരക്ഷിത ഇന്ത്യയ്ക്കായി ഒന്നിക്കാനുള്ള ആഹ്വാനവുമായി ഇന്ന് ദേശീയ അഗ്നിസുരക്ഷാ ദിനം. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. അംബേദ്കർ ജയന്തി ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാന സന്ദർശിക്കുകയാണ്. ഹിസാർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനലിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച അദ്ദേഹം ഹിസാർ അയോധ്യ വിമാന സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പൊതുയോഗത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. 2014 മുൻപ് 74 വിമാനത്താവളങ്ങൾ മാത്രമായിരുന്ന രാജ്യത്ത് ഇപ്പോൾ വിമാനത്താവളങ്ങളുടെ എണ്ണം 150 കവിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. आज देश में एयरपोर्ट की संख्या 150 के पार हो गई है. देश के करीब 90 एरोड्रम उड़ान योजना से जुड़ चुके हैं. ദളിത് പിന്നാക്ക വിഭാഗങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ദ്രുതഗതിയിലുള്ള വികസനത്തിനായി പ്രവർത്തിക്കുക എന്നതാണ് തന്റെ പാർട്ടിയുടെ മന്ത്രമെന്ന് അദ്ദേഹം പറഞ്ഞു. ബാബാ സാഹിബ് അംബേദ്കറിന് ആദരാഞ്ജലി അർപ്പിച്ച പ്രധാനമന്ത്രി ജന്മവാർഷിക ദിനത്തെ ദീപാവലി എന്നാണ് വിശേഷിപ്പിച്ചത്. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 135ാമത് ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ്, രാജ്യസഭാ നേതാവ് ജെ.പി. നദ്ദ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കേന്ദ്രമന്ത്രിമാർ, പാർലമെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പാർലമെന്റ് വളപ്പിലെ ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ പ്രതിമയ്ക്ക് മുന്നിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത, കേന്ദ്രമന്ത്രിമാർ, പാർലമെന്റ് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ സംവിധാൻ സദനിലെ സെൻട്രൽ ഹാളിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ ഛായാചിത്രത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാമൂഹിക നീതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള പ്രയാണത്തിൽ ഡോക്ടർ അംബേദ്കർ എന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ സ്വാശ്രയവും വികസിതവുമായ ഇന്ത്യയുടെ സൃഷ്ടിക്ക് ആക്കം കൂട്ടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അംബേദ്കർ ജയന്തി ദിനമായ ഇന്ന് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ബാബാ സാഹിബ് അനുസ്മരണം സംഘടിപ്പിച്ചു. ആകാശവാണി ഡയറക്ടർ എഞ്ചിനീയറിംഗ് കെ. സുബ്രഹ്മണ്യൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി പ്രോഗ്രാം വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീകുമാർ മുഖത്തല ചടങ്ങിൽ സംസാരിച്ചു. ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടന്നു. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കി ഇന്ന് വിഷു. കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും വിഷു ആഘോഷത്തിന്റെ തിരക്കിലാണ് മലയാളികൾ. വിഷുക്കണി ദർശനത്തിനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. വിഷുപ്പുലരിയിൽ ഗുരുവായൂരിൽ കണ്ണനെ കണി കാണാൻ പതിനായിരങ്ങളെത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. പുലർച്ചെ 2:45 മുതൽ 3:45 വരെ നടന്ന വിഷുക്കണി ദർശനങ്ങൾ തൊഴുത സായുജ്യമടഞ്ഞത് പതിനായിരങ്ങളാണ്. ക്ഷേത്ര ശ്രീകോവിലിനുള്ളിലും നമസ്കാര മണ്ഡപത്തിലും കണി കാണാൻ ഭക്തർക്ക് അവസരം നൽകിയിരുന്നു. വിഷുക്കണി ദർശനത്തിനായുള്ള ഭക്തരുടെ നീണ്ട നിര ഇന്നലെ വൈകിട്ടോടെ തന്നെ ക്ഷേത്ര സന്നിധിയിൽ രൂപപ്പെട്ടിരുന്നു. മേൽശാന്തി അച്യുതൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് പുലർച്ചെ 2 മണിക്ക് ക്ഷേത്രത്തിൽ കണിയൊരുക്കിയത്. പുതുവർഷം ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളും സമാധാനവും ആമോദവും നിറയ്ക്കട്ടെയെന്നും പുതിയ തുടക്കങ്ങളും വിജയവും കൈവരട്ടെയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും അടയാളപ്പെടുത്തലാണ് വിഷുവെന്നും അഭിവൃദ്ധിയുടെ നല്ല നാളുകൾക്കായി പ്രതീക്ഷകളും സ്വപ്നങ്ങളും പങ്കുവയ്ക്കാൻ ഏവരും ഒത്തുകൂടുന്ന ആഘോഷ നിമിഷങ്ങളാണിതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാന ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവിനും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർക്കും വിഷു ഉപഹാരം നൽകി. വിഷു കൈനീട്ടവും കോടിയും പാൽപ്പായസവും പഴവും ഉപ്പേരിയും അടങ്ങുന്ന ഉപഹാരമാണ് നൽകിയത്. ഏവർക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ആശംസകളും അദ്ദേഹം നേർന്നു. ശബരിമല സന്നിധാനത്ത് അയ്യപ്പ ചിത്രം ആലേഖനം ചെയ്ത് ശ്രീകോവിലിൽ പൂജിച്ച സ്വർണ്ണ ലോക്കറ്റുകളുടെ വിതരണോദ്ഘാടനം ദേവസ്വം മന്ത്രി വി. എൻ. വാസവൻ നിർവഹിച്ചു. ഓൺലൈനിലൂടെ ആദ്യം ബുക്ക് ചെയ്ത ഭക്തരിൽ നിന്നും തെരഞ്ഞെടുത്ത ആന്ധ്രാപ്രദേശ് സ്വദേശി കോബാഗെപ്പു മണിരത്നത്തിന് ആദ്യ ലോക്കറ്റ് കൈമാറി. 2 ഗ്രാം, 4 ഗ്രാം, 8 ഗ്രാം എന്നിങ്ങനെ വ്യത്യസ്ത തൂക്കത്തിലുള്ള ലോക്കറ്റുകൾ ലഭ്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന വജ്രവ്യാപാരി മെഹുൽ ചോക്സിയെ ബെൽജിയം പോലീസ് അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട്. CBI അഭ്യർത്ഥന പ്രകാരം ശനിയാഴ്ചയാണ് 65-കാരനായ മെഹുൽ ചോക്സിയെ അറസ്റ്റ് ചെയ്തെന്നാണ് സൂചന. ചോക്സിക്കെതിരെ മുംബൈ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് നിലവിലുണ്ട്. ഇന്ന് ദേശീയ അഗ്നി സുരക്ഷാ ദിനം. 1944 ഇതേ ദിവസം മുംബൈ തുറമുഖത്തെ വിക്ടോറിയ ഡോക്കിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരിച്ചവരുടെ സ്മരണയ്ക്കും തീപിടുത്തം തടയുന്നതിനുമായാണ് ദിനാചരണം. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി ഇന്നു മുതൽ 20 വരെ അഗ്നിശമന സേവന വാരവും ആചരിക്കും. ഊർജ്ജ സുരക്ഷിതമായ ഇന്ത്യയെ ജ്വലിപ്പിക്കാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നതാണ് ദിനാചരണ പ്രമേയമെന്ന് തിരുവനന്തപുരം മേഖലാ അഗ്നിസുരക്ഷാ ഓഫീസർ അബ്ദുൾ റഷീദ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഈ വർഷം യുണൈറ്റ് ടു ഇഗ്നൈറ്റ് എ ഫയർ സേഫ് ഇന്ത്യ എന്നുള്ളതാണ് നമ്മുടെ തീം എന്ന് പറയുന്നത്. ഒരു ഫയർ സേഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഘടിതമായിട്ടുള്ള ഒരു എഫേർട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു സംയോജിതമായിട്ടുള്ള ഒരു പ്രവർത്തനം, അത് വ്യക്തിതലത്തിൽ തുടങ്ങി അത് കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ഈ ഡിപ്പാർട്ട്മെന്റിൽ സംയോജിതമായിട്ടുള്ള ഒരു പ്രവർത്തനം കൂടെ ആകുമ്പോൾ നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അവയർനെസ് ക്രിയേഷൻ ആണെങ്കിലും ഫയർ പ്രിപ്പയർനെസ് ആണെങ്കിലും അതിനെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ മുൻകരുതലുകളാണെങ്കിലും ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് മഴക്കാലങ്ങളിലും വെള്ളച്ചാട്ടങ്ങളിലും കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം സാധ്യമാക്കുന്ന ടൈറോളിൻ ട്രാവേഴ്സ് റോപ്പ് റെസ്ക്യൂ പരിശീലനം നൽകി. വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ നേതൃത്വം നൽകിയ കോഴിക്കോട് ജില്ലയിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ടീമംഗങ്ങളാണ് പരിശീലനം നയിച്ചത്. വിശദവിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. സംസ്ഥാന തലത്തിൽ നടക്കുന്ന പരിശീലനത്തിൽ ഉരുൾപൊട്ടൽ പോലുള്ള സമയങ്ങളിൽ പുഴകൾക്ക് മറുകരയിൽ അകപ്പെട്ടവരെ സുരക്ഷിത സ്ഥാനത്തെത്തിക്കുന്ന രക്ഷാപ്രവർത്തന രീതിയാണിത്. കഴിഞ്ഞ വർഷം വയനാട് ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടന്നവരെ സുരക്ഷിതമായി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തിച്ചത് ഈ രീതിയിലായിരുന്നു. വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ നേതൃത്വം നൽകിയ ടാസ്ക് ഫോഴ്സ് ടീമംഗങ്ങളാണ് പരിശീലനം നയിച്ചത്. അഗ്നിരക്ഷാ വകുപ്പിനെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ ഫയർ സ്റ്റേഷനിൽ റോപ്പ് റെസ്ക്യൂ കിറ്റ് അനുവദിച്ചിട്ടുണ്ട്. ഉയരങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ജീവനക്കാരുടെ ആത്മധൈര്യം കൂട്ടുന്ന പരിശീലനങ്ങളാണ് നടന്നത്. ഇതോടൊപ്പം ചെങ്കുത്തായ മലനിരകളും ഉയർന്ന മരങ്ങളിലും കെട്ടിടങ്ങളും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ റോപ്പ് റെസ്ക്യൂ രീതികളും പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആശാപ്രവർത്തകരുടെ സമരം വിഷുദിനത്തിലും തുടരുന്നു. സമരപന്തലിൽ വിഷുക്കണി ഒരുക്കിയാണ് സമരം തുടരുന്നത്. നിരാഹാര സമരം 25-ാം ദിവസം പിന്നിട്ടു. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ലെന്ന് സമരസമിതി അറിയിച്ചു. നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് വനിതാ CPO റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രക്തം കൊണ്ട് പ്ലക്കാർഡ് എഴുതി പ്രതിഷേധിച്ചു. ജനപക്ഷ നിലപാടുകളിലൂടെ ജനമനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞയാളാണ് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ആലപ്പുഴ മുഹമ്മയിൽ ജനകീയ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് അംഗവും VSന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗവുമായിരുന്ന ലതീഷ് ചന്ദ്രന്റെ നേതൃത്വത്തിലാണ് ലാബ് തുറന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും. രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരങ്ങളിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു രാജസ്ഥാൻ റോയൽസിനെയും മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെയും പരാജയപ്പെടുത്തി. ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കേണിച്ചിറയ്ക്ക് സമീപം കേളമംഗലം മാഞ്ചിറയിൽ ജിൽസനാണ് ഭാര്യയെ നിഷയെ കൊലപ്പെടുത്തിയത്. കൈമുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ജിൽസനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. സംസ്ഥാനത്ത് 17 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ കേരളത്തിൽ കാപ്പിൽ മുതൽ പൂവാർ വരെയും കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കൊല്ലം പൂരവും കുടമാറ്റവും നാളെ വൈകിട്ട് ആശ്രാമം മൈതാനത്ത് നടക്കും. പൂരം പ്രമാണിച്ച് നാളെ ഉച്ചയ്ക്ക് 2 മുതൽ കോർപ്പറേഷൻ പരിധിയിൽ ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും സർക്കാർ പരിപാടികൾക്കും അവധി ബാധകമല്ല. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 70,040 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിൽ. ഹിസാർ അയോധ്യ വിമാന സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 135-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കി മലയാളികൾ വിഷു ആഘോഷിക്കുന്നു. അഗ്നിസുരക്ഷിത ഇന്ത്യയ്ക്കായി ഒന്നിക്കാനുള്ള ആഹ്വാനവുമായി ഇന്ന് ദേശീയ അഗ്നിസുരക്ഷാ ദിനം. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.